ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മളെപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലേ? പലരും പലതും പറയാറുണ്ട്. അവരെ സ്നേഹിച്ച് വളർത്തണം, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തണം. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താണ് ശരിയെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് അല്ലേ? ഞാനും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. എന്താണ് ശരി എന്നുള്ളത്. പക്ഷേ ഞാനൊരു പേരൻറ്റിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. നമുക്കറിയാം പണ്ടത്തെ പോലെ ഒന്നല്ല അല്ലേ, സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിക്കഴിഞ്ഞാൽ ശരിയാവുന്ന ഒരു പാരൻറ്റിങ് അല്ല ഇന്ന് അല്ലേ. അന്ന് കഴിഞ്ഞു പോയില്ലേ, ഇന്ന് ആകെ കാലമൊക്കെ മാറിക്കഴിഞ്ഞു. ഇന്ന് സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റുന്ന കുട്ടികളാണ് പലരില്ലേ. അപ്പോൾ അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ. നമുക്കറിയാം സ്നേഹിച്ച് വഷളാക്കരുതെന്ന് പറയും പലരും, പക്ഷേ അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ സ്നേഹിക്കണം എന്നുള്ളതാണ്, ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കണം എന്നുള്ളതാണ്. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ മക്കളുടെ നമ്മൾ ആരാണെന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? അവർ കണ്ടു പഠിക്കുന്നത് നമ്മളിൽ നിന്നാണ് അല്ലേ. നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നുണ്ടോ, കരുണ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ അവരൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ. അവരത് ശ്രദ്ധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പഠിച്ചെടുത്തിട്ട് അത് പിന്നീട് നമുക്ക് തന്നെ അത് തിരിച്ചു തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം കെയർ കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കളെ എന്നുള്ളതാണ്. അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പല കാര്യങ്ങളിലല്ലേ നമുക്ക് ചില സമയത്ത് അവരോട് ദേഷ്യപ്പെടേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അല്ലേ. പക്ഷേ നമുക്ക് പിന്നീട് അവരോട് ക്ഷമ ചോദിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് നമ്മൾ തയ്യാറാവണം. നമുക്കറിയാം നമ്മളെ ചെറുപ്പത്തിൽ പലരും നമ്മളെ അവഗണിച്ചിട്ടുണ്ടാവും, പല കാര്യങ്ങളും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടാവില്ലേ. അതൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്ത് പറയുമ്പോഴും തീരുമാനം എടുക്കുന്ന സമയത്തും നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ നല്ല അഫർമേഷൻസ് അവരെ പഠിപ്പിക്കുക, നല്ല കാര്യങ്ങൾ പറയാനായിട്ട് അല്ലേ. നീ ചെയ്താലാണ് ശരിയാവുക, നീ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ടല്ലേ, സൂപ്പർ ഹീറോ ആണ് എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് പറയാന്നുള്ളതാണ്. അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മൾ മോശം വാക്കുകൾ നമ്മുടെ മക്കളെ ഒരിക്കലും പറയരുത് എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കാണാതെ അവർ ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് നമ്മളെപ്പോഴും സംസാരിക്കാറുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കണം എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളെയും അവർ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല. ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അത് ചെയ്യരുതെന്നുള്ളതാണ് അല്ലേ. അതിൽ ഒരിക്കലും നമ്മുടെ തീരുമാനം മാറ്റിക്കളയാതിരിക്കുക, ഉറച്ചൊരു തീരുമാനത്തിൽ നമ്മൾ നിൽക്കുക. അതുപോലെ തന്നെ അവർ ഇടയ്ക്കിടയ്ക്കില്ലേ ഒന്ന് ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക, അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊന്ന് സഹായിക്കുക അല്ലേ. നമ്മുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാക്കിയെടുക്കുക. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.